ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. അപ്പൊ മക്കളെ, നമുക്കൊരു കഥാപാത്ര നിരൂപണം പഠിക്കാം. ആന ഡോക്ടർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ നമുക്ക് ഡോക്ടർ കെ കുറിച്ച് എന്ത് ചെയ്യാം, എന്തായാലും ഒരു കഥാപാത്ര നിരൂപണം വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചോ അദ്ദേഹവും ആനയും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ചൊക്കെ ആയിരിക്കും ഈ പാഠഭാഗം റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പം എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആന ഡോക്ടറിന്റെ കഥാപാത്ര നിരൂപണം പഠിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ആന ഡോക്ടർ എഴുതിയത് ആരാണ്? ജയമോഹനാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഏത്, നമ്മുടെ കഥാപാത്ര നിരൂപണം. കഥാപാത്ര നിരൂപണം നമുക്ക് എങ്ങനെ എഴുതാം? മനുഷ്യരോടും മൃഗങ്ങളോടും ദേവന്മാരോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്? നമ്മുടെ ഡോക്ടർ കെ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ആര്? ഡോക്ടർ കെ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കുന്നു. അല്ലെങ്കിൽ ജയമോഹന്റെ ആന ഡോക്ടർ എന്ന നോവലിലെ മനുഷ്യരോടും മൃഗങ്ങളോടും പ്രകൃതിയോടും എല്ലാത്തിനോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്ന എന്താണ് പ്രകൃതക്കാരനാണ് അല്ലെങ്കിൽ കഥാപാത്രമാണ് ആര്? നമ്മുടെ ഡോക്ടർ കെ. ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാം. കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഡോക്ടർ കെ ഒരു മൃഗഡോക്ടർ മാത്രമല്ല, മൃഗങ്ങളുടെ ക്ഷേമത്തിനായി സ്വയം സമർപ്പിച്ച ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ അനുകമ്പയും വൈദഗ്ധ്യവും സഹപ്രവർത്തകരിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുന്നു. ഡോക്ടർ കെയുടെ സ്നേഹം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ആനകൾക്കായി സമർപ്പിച്ചിരുന്നു. അവയുടെ വേദന അദ്ദേഹത്തിന് സ്വന്തം വേദനയാണ്. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അദ്ദേഹം സേവന നിരതനാണ്. കുട്ടിയാനയുടെ മുറിവ് ഭേദമാക്കാൻ അദ്ദേഹം അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നതും അതിന്റെ ക്ഷേമത്തിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. ഡോക്ടർ കെ പ്രകൃതിയുടെ ഭാഗമാണ്. അദ്ദേഹം ആനകളെ മാത്രമല്ല അവയുടെ ആവാസ വ്യവസ്ഥയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹത്തിന് ഡോക്ടർക്ക് പ്രതിഫലം ആവശ്യമില്ല. കുട്ടിയാന അദ്ദേഹത്തെ തേടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചെത്തിയതും വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ട കുട്ടിയാനയുടെ മുഖം ഇപ്പോഴും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നതും ഈ നിരുപാധികമായ സ്നേഹത്തിന്റെ തെളിവാണ്. ഇവിടെ 1-2 ഡയലോഗ് കൂടെ മിസ് എഴുതിയിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം കഥാപാത്ര നിരൂപണം എഴുതാൻ വേണ്ടിയിട്ട്. ഡോക്ടർ കെ കുട്ടിയാനയെ കാണുമ്പോൾ അതിനോട് വാത്സല്യത്തോടെയും സൗമ്യത്തോടെയും പെരുമാറുന്നു. ഈസി പാവം എന്നെല്ലാം പറയുന്നതും കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തുന്നതും അദ്ദേഹത്തിന്റെ കരുതലിനെ സൂചിപ്പിക്കുന്നു. കാലിലെ വ്രണമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ കുട്ടിയാനയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അത് ഡോക്ടറെ തൊടുന്നതും എന്താണ്? ആനയും ഡോക്ടറും തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടാണ്. ഡോക്ടർ കെ കുട്ടിയാനയെ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നതും 1.5 വർഷം മുൻപ് അമ്മയാനയെ ചികിത്സിച്ചപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞാണ് ഈ കുട്ടിയാന എന്ന തിരിച്ചറിവും ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഡോക്ടർ കെ എന്ന കഥാപാത്രം നിസ്വാർത്ഥ സേവനത്തിന്റെയും മനുഷ്യന്റെ പ്രകൃതിയോടും മൃഗങ്ങളോടും ഉള്ള സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം എന്നതിന്റെ ഒരു പാഠപുസ്തകമാണ്. കുമാരനാശാന്റെ വരികളിലും നോവലിലെ ഈ പാഠഭാഗവും സ്നേഹത്തിന്റെയും കരുണയുടെയും ശക്തി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അറിയാലോ, കഥാപാത്രത്തിന്റെ പേരെഴുതണം, പാഠഭാഗം കാര്യങ്ങൾ എഴുതണം, അതുപോലെ തന്നെ വിശദീകരിക്കണം, സംഭാഷണങ്ങൾ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ നമുക്കെല്ലാം മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ കെയുടെ കഥാപാത്ര നിരൂപണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.